സർവേശ്വരനായ എൻ്റെ ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ശിശുഭൂതയെ നമിച്ചുകൊണ്ടും വേദിയിലും സദസ്സറിയിക്കുന്ന ആത്മബന്ധുക്കളെ, നമ്മൾ ഈ സത്സംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ സമകാലികമായ ഒരു കാര്യമാണിപ്പോൾ മധുവട്ടം ഇവിടെ പറഞ്ഞത്. അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനമായൊരു കാര്യം, നമ്മൾ എത്ര പറഞ്ഞാലും എത്ര ക്ലാസ് എടുത്താലും നമ്മുടെ വാസന നമ്മളെപ്പോഴും ചുഴറ്റിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന് ഗുരു പറഞ്ഞത് നിങ്ങൾക്കെല്ലാം അറിയാം. ശബരിമലയുടെ കാര്യത്തിൽ ഗുരു ചെയ്ത ഒരു കാര്യം ഇവിടെ പുസ്തക രൂപത്തിൽ KT ശ്രീകുമാർ എന്ന് പറയുന്ന ആ വ്യക്തി പുസ്തകമായിട്ട് തന്നെ ഇറക്കിയിട്ടുള്ളത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? കുറച്ച് പേര് കണ്ടിട്ടുണ്ട്, ബാക്കി കണ്ടിട്ടില്ല. വളരെ വിശദമായി അന്ന് നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ, അന്ന് ദേവസ്വം വെച്ച് നോക്കിയപ്പോൾ പറഞ്ഞത് അയ്യപ്പന് അന്തർമുഖതയുണ്ടെന്നും അത് ശുദ്ധീകരണം ചെയ്യണമെന്നും അതിന് വലിയ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സർവസ്വമായ ഗുരു അവർക്കൊരു ലെറ്റർ അയക്കുകയാണ് ചെയ്തത്. എന്താണ് അയച്ചത്? ഇത് ഒരു മഹാത്മാവിൻ്റെ സങ്കല്പം കൊണ്ട് മാറ്റാൻ പറ്റും എന്നുള്ളൊരു അറിയിപ്പ് അവർക്ക് കൊടുക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം തിരുവനന്തപുരത്ത് തന്നെ വലിയൊരു ഹാളിൽ ഈ ജ്യോതിഷം നോക്കിയിട്ടുള്ള പണിക്കന്മാരുൾപ്പെടെ അവിടെ ഇരിക്കുകയും നമ്മുടെ VSNKയുടെ പ്രതിനിധികളായിട്ട് കിഷോറുടെ പിന്നെ ആരാണ്, സതീശൻ സാറ്, അങ്ങനെ 4-5 പേര് ചെല്ലുകയും, അന്ന് ഇതുപോലത്തെ മൊബൈൽ ഫോണൊന്നുമില്ല, ലാൻഡ് ഫോണേ ഉള്ളൂ. ആ സ്ഥലത്തെ ലാൻഡ് ഫോണിൽ നിന്ന് ആശ്രമത്തേക്ക് ലാൻഡ് ഫോണിലേക്ക് ബന്ധപ്പെടും. അതൊക്കെ അതിലുണ്ട്, നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് അറിയും. അപ്പോൾ അതിലെന്താ സംഭവിച്ചു പറഞ്ഞാൽ, ആദ്യം ഈ ജ്യോതിഷൻ ഇത് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ അന്തർമുഖതയുണ്ട്. ഇവിടുന്ന് ഫോൺ വന്നു, ശാന്തിഗിരി ആശ്രമത്തിലേക്ക് ഫോൺ വരുന്നു. അവിടുന്ന് ഗുരു പറഞ്ഞു ഒരു 3 മിനിറ്റ് പറഞ്ഞു. 3 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ പൂർണ്ണമായി ശുദ്ധമായിരിക്കും. ശബരിമലയുടെ കാര്യത്തിൽ ആ ഏത് ജ്യോതിഷനാണോ അവിടെ പോയിട്ട് ഇത് നോക്കിയത്, അതേ ജ്യോതിഷം തന്നെയാണ് ഇവിടെയും. അപ്പം അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്ത് ചോദിച്ചു. പറഞ്ഞു, ഒന്നുമില്ല, ഒരു മഹാഗുരുവിൻ്റെ സങ്കല്പത്തിൽ ഈ കാര്യങ്ങളെല്ലാം നീങ്ങിപ്പോവും. അയാൾ ഈ പലകട മുകളിലൂടെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. ഇതേത് മഹാത്മാവായാലും ഇത്ര ശുദ്ധമായിട്ടൊരു കർമ്മം ഞാൻ കണ്ടിട്ടില്ല. വീണ്ടും നമ്മൾ വിളിച്ചു, ആശ്രമത്തിലേക്ക് വിളിച്ചു, പറഞ്ഞു ഇങ്ങനെ എല്ലാം ശുദ്ധമായി എന്ന് പണിക്കർ പറഞ്ഞു. 3 മിനിറ്റും കൂടി കഴിയട്ടെ അവർ. വീണ്ടും നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ എന്താ, പഴയ അന്തർമുഖത അവിടെ തന്നെയാണ്. ഇത് എന്താണെങ്കിലും അത് മാറ്റിത്തരാമെന്ന് ഗുരു വാഗ്ദാനം ചെയ്യും. ആർക്ക്? ദേവസ്വത്തിന്. കാരണം ഗുരുവിൻ്റെ തപോബലത്തിൻ്റെ മഹിമ എത്രയാണെന്ന് ഈ ഇരിക്കുന്ന നമുക്ക് ആർക്കും അറിയില്ല. ഇതെല്ലാം കള്ളത്തരമാണ്, നമ്മളൊക്കെ കള്ളന്മാരാണെന്ന് ഗുരു പറയാം. പക്ഷേ അത് വലിയ രീതിയിൽ അന്നത്തെ പത്രങ്ങളൊക്കെ വരും. ആ പത്രത്തിൻ്റെ ഡീറ്റെയിലൊക്കെ ആ ബുക്കിലുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കിട്ടും. ആ ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് വായിക്കാം. ആ പത്രത്തിൻ്റെയൊക്കെ ഫോട്ടോസ്റ്റാറ്റും അന്നത്തെ ഗ്രഹനിലയും ആ ഗ്രഹനിലയിൽ എങ്ങനെയാണത് ഇത് ചെയ്തതെന്നെല്ലാം വിശദമായി ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഒരു പുസ്തകം തന്നെയാണ്. അപ്പോൾ ഗുരു പറഞ്ഞത് ഇതുപോലെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കാര്യം. പക്ഷേ അതിന് ശേഷമുണ്ടായ അനുഭവങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെപ്പോലെയാണ് അനുഭവം, എനിക്കും, ഞാൻ ഉൾപ്പെടെ. ഗുരുവിന് വന്ന ഒരു ലെറ്റർ എങ്ങനെയായിരുന്നു? ഒരു ദോഷം മാറ്റാൻ എത്രയാണ് ചാർജ്? 2 ദോഷം മാറ്റുകയാണെങ്കിൽ എന്തെങ്കിലും ചാർജിന് കുറവുണ്ടോ? ഞങ്ങൾ മണി ഓർഡറായിട്ട് അയച്ചു തന്നാൽ മതിയോ, അല്ല DD ആയിട്ട് അയക്കണം? ഈ അറിവുകേടാണ് നമ്മുടെ ഇടയിൽ നിൽക്കുന്നത്. അപ്പോൾ
എത്ര പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും നമ്മുടെ ജീവന്റെ വാസനപരമായ കർമ്മത്തിൽ നമുക്ക് ഗുരുവിനെ കാണാൻ പറ്റും. ആ അറിവിൽ നമ്മൾ ഗുരുവിനെ അളക്കാൻ പറ്റും. അപ്പം എന്താ സംഭവിക്കുക? ഇപ്പം നമ്മൾ മരണ വീട്ടിൽ പോയപ്പോഴും കണ്ടു, അവിടെയും ഈ പ്രാർത്ഥന കാര്യങ്ങളും അവർക്ക് മനസ്സിലാവുന്നില്ല. അവർ പറഞ്ഞു നിങ്ങൾ എന്തോ ചെയ്തു, അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു കർമ്മമുണ്ട്, ഇത് എവിടുന്നാണ് കിട്ടിയത് അറിയില്ല. നിങ്ങളിപ്പോൾ ഈ ചടങ്ങ് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ, അത് എവിടുന്നാ അറിയില്ല. ഞങ്ങൾ കാലാകാലമായിട്ട് ഇങ്ങനെ വെള്ളം കൊണ്ടുവന്ന് അവരെ വായിൻ്റെ ഉള്ളിൽ ഒഴിക്കും, അരിയിടും. എന്തിനാ അറിയില്ല. പക്ഷെ ഇത് ഞങ്ങളുടെ ചടങ്ങാണ്. ആയിക്കോട്ടെ, ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് അറിയോ? അതെന്താ നിങ്ങളെന്ത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കണ്ടു? ഇവിടെ ഒരു മഹാഗുരുവിൻ്റെ തപോബലം കൊണ്ട് ആ ജീവന്, ആ ശരീരത്തിൽ നിന്ന് മാറിയിട്ടുള്ള ഊർജത്തിനെ അതിൻ്റെതായ തലങ്ങളിലേക്ക് മാറ്റാനുള്ള അറിവ് ഒരു മഹാഗുരുവിനെയുള്ളൂ. ഇത് ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ടും ഇതിനെക്കുറിച്ച് മുഹമ്മദ് നബിയും കുറച്ച് കൂടുതൽ പറഞ്ഞിരിക്കുന്നത് പറയുകയാണെങ്കിൽ തോറ എന്ന് പറയുന്ന ഈ ജൂതന്മാരുടെ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ നമുക്കത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് മധുവട്ടനെ പോലത്തെ ആൾക്കാരൊന്ന് ചോദിക്കും, ഈ കർക്കിടകത്തിൽ കറുത്ത വാവിനിട്ട് എന്താ ഗുണം? ഒരു ഗുണവുമില്ല. എന്താ കാരണം? ഞാൻ വീണ്ടും മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഈ ജീവന്റെ ഊർജം അനേകം മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോകുന്നതിനെയാണ് മണ്ഡലം എന്ന് വിളിക്കുന്നത് നമ്മൾ. അത് ഭൂമിയുടെ മണ്ഡലവും കടന്ന് ചന്ദ്രമണ്ഡലം കടന്ന് ഈ പറയുന്ന ഗ്രഹങ്ങളുടെ മണ്ഡലം കഴിഞ്ഞ് സൂര്യൻ്റെ മണ്ഡലം കഴിഞ്ഞ് അത് രാശിക്കണക്കിലെത്തണം എന്നാണ് ഗുരു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇത് ഭാരതീയ ഗ്രന്ഥത്തിലുള്ളതാണ്. അങ്ങനെ കടന്നു പോകണമെങ്കിൽ ചന്ദ്രമണ്ഡലം കടക്കണമെങ്കിൽ ചന്ദ്രൻ എങ്ങനെ നിൽക്കണം? ഇരുട്ടിൽ നിന്നാ കിട്ടുമോ? ഇല്ല. അപ്പോൾ മാസങ്ങളിൽ നല്ലൊരു മാസമാണ് കർക്കിടകം. നിങ്ങൾക്കറിയോ, നിങ്ങൾ പാലക്കാട് പോയാൽ ഈ വരുന്ന പൗർണമിക്ക് അവിടുത്തെ ബ്രാഹ്മണന്മാരെല്ലാവരും പൂനൂല് മാറ്റും. കണ്ടിട്ടുണ്ടോ? അത് ഈ ആടിയിലെ പൗർണമിക്കാണ് അവര് എന്ത് ചെയ്യുക? ആവണി ആവട്ടം എന്ന് തന്നെ വിളിക്കുക. എന്താ വിളിക്കുക? നല്ല പ്രസാദമൊക്കെ കിട്ടും, കഴിക്കണം നിങ്ങൾ. അത് നമ്മളിവിടെ ഒന്നും കിട്ടാറില്ല. ചെറുപയറും ഒരു പ്രത്യേക ടൈപ്പിലൊരു ഉഗ്രം ഫുഡാണത്. ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ആവണിയാവട്ടം കോമളം എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? അന്ന് ശാന്തരം ചെയ്യും അവർ. എന്നിട്ട് ഈ പൂനൂല് പുതിയതിടും. നമ്മളെ കൊണ്ട് എപ്പോഴാണ് ചെയ്യിപ്പിച്ച്? എന്താണ് കർക്കിടകത്തിൻ്റെ പ്രാധാന്യം? ഏറ്റവും വീട് കെട്ടാൻ പറ്റിയ ദിവസം ഏതാ? കർക്കിടകം. നിങ്ങളാണെങ്കിൽ നോക്കിക്കോ, ഞാൻ പറയണതല്ല, നിങ്ങൾ ഗ്രന്ഥം എടുത്ത് പഠിച്ചു. കല്യാണം കഴിക്കാൻ ഏറ്റവും നല്ല സമയം ഏതാ? കർക്കിടകമാണ്. എന്തുകൊണ്ട്? എന്താ ഇങ്ങോട്ട് ചോദിക്കാത്തത്? ചോദിക്കില്ല എന്ന് എനിക്കറിയാം. കാരണം നമ്മളെ ഹിന്ദുക്കൾക്ക് ഒരു ഗുണമുണ്ട്, ഒരു ചോദ്യം തിരിച്ചു ചോദിക്കില്ല. ഓ എന്നാ ഇരുട്ടാണോ? എന്നാ ഇരുട്ട്. എന്നാ വെളിച്ചം? വെളിച്ചം. അങ്ങനെയാണോ? ഇന്ന് അങ്ങനെ. ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾ അടിമകളായി ജീവിച്ച് ഞങ്ങൾ അങ്ങനെ ആയിപ്പോയി. അടിമകളായി ഇപ്പോഴും നമ്മൾ അടിമകളായി ജീവിക്കുന്നവരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫോറിലൊക്കെ പോയി കഷ്ടപ്പെടേണ്ടി വരും. എന്താണെന്ന് ഒന്നുമില്ല, സിമ്പിളാണ്. അത് ഗുരു വളരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഭാരതത്തിൻ്റെ പഴയ ഗ്രന്ഥത്തിലുണ്ട്. 360 ഡിഗ്രി വരയ്ക്കുന്ന രീതിയിലാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് നിൽക്കുന്നത്. ഈ മാഗ്നറ്റിക് ഫീൽഡുകളുടെ പരസ്പര ബന്ധനത്തിലാണ് എന്ത് നിൽക്കുന്നത്? ഭൂമി നിൽക്കുന്നത്. ഏതെങ്കിലും ഒന്ന് മാറിയാൽ ഭൂമി വീണ്ടും ചെരിയും. ഇപ്പം തന്നെ 21 ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് വെള്ളവും കൂടുതലും കര കുറവും. ഇതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമായി ഗുരു പറഞ്ഞു തന്നു നമുക്ക്. ഈ ഭൂമിയിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് പിടിച്ച ചന്ദ്രനെയും സൂര്യനുമായി പെടുമ്പോൾ ഈ 360 ഡിഗ്രിയിൽ നമുക്ക് 12 രാശി തന്നിട്ടുണ്ട്. ഇത് ആദ്യം ഞാൻ വിശ്വസിച്ചില്ല, സത്യമാണ്. സയൻറ്റിഫിക്കായിട്ട് തെളിയിച്ചപ്പോൾ നമ്മളും ഓക്കെ പറഞ്ഞു. അതിൽ ഏറ്റവും ഫസ്റ്റ് 90 ഡിഗ്രി 0 ഡിഗ്രി നിൽക്കുന്ന മേടമാണ്. ഏതാ നിൽക്കുന്നത്? അതാണ് വിഷു. നമ്മൾ വിഷു ആഘോഷിക്കുമ്പോൾ സൂര്യനും ഭൂമിയും, ഈ സൂര്യൻ ഏതിൻ്റെ നേർക്കാണോ വരുന്നത് അതാണ് ആ മാസം.
അപ്പോൾ മേടമാസത്തിൽ സൂര്യൻ വരുന്ന അതിലേക്ക് പ്രവേശിക്കുന്ന ഭൂമിയുമായി ചേർന്ന് നിൽക്കുന്ന മാസത്തെ നമ്മൾ വിഷു ആഘോഷിക്കുന്ന മേടം, സീറോണം. അവിടുന്ന് 90 ഡിഗ്രി എത്തുമ്പോൾ എവിടെ എത്തും അല്ലേ? സീറോണ്. ഇവിടുന്ന് 90 ഡിഗ്രി വന്നു. അപ്പം എന്താ വരിക അറിയോ? കർക്കിടകം. മേടം, ഇടവം, മിഥുനം, കർക്കിടകം 90 ഡിഗ്രിയായി. അപ്പോൾ ഉത്തരായനത്തിൻ്റെ പകുതി കഴിയുന്ന സമയത്ത് സൂര്യൻ അതിലേക്ക് പ്രവേശിക്കുന്ന ആ സംക്രമത്തെയാണ് കർക്കിടക സംക്രമം എന്ന് വിളിക്കുന്നത്. അറിയാത്തതുകൊണ്ട് സംക്രാന്തി എന്നും വിളിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങളുടെ വീട്ടിലൊക്കെ ഈ ശിവോദീനെ വെച്ചിട്ട് മൂദേവീനെ കളയുന്നൊരു പരിപാടിയൊക്കെ ഉണ്ട്. ഇത് പ്യുവർ സയൻസാണ്. ഇത് കഴിഞ്ഞാൽ മേടം കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം വരും. അപ്പം എന്തായി? തുലാം 10 എന്നൊക്കെ പറയും. അന്നാണ് ദീപാവലിയൊക്കെ വരും. നിങ്ങൾ വേണമെങ്കിൽ ശ്രദ്ധിച്ചോ. പൊങ്കലൊക്കെ വരുന്നത് തുലാത്തിലാണ്. അപ്പോൾ എവിടെ എത്തി? 180 ഡിഗ്രി എത്തി അല്ലേ? ഭൂമിയുടെയും ഇത് 180 ഡിഗ്രി ആയി. വൃശ്ചികം, ധനു, മകരം. അപ്പം എത്രയായി? 180 ഡിഗ്രി എത്തിക്കഴിഞ്ഞു. ആ മകരത്തിലാണ് മകരവിളക്ക്, മകരജ്യോതിയൊക്കെ നമ്മൾ ഈ ഇന്ത്യ മുഴുവൻ ആഘോഷിക്കണം. അന്നും നമ്മൾ വെളുത്ത വാവിനെ ചെയ്യാവും. എന്നായാലും ചന്ദ്രൻ പൂർണ്ണമായി നിൽക്കുമ്പോൾ എന്ത് കാര്യവും ചെയ്യാവും. വീണ്ടും കുംഭം, മീനം, മേടം, സീറോയി. ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിൾ സയൻസാണ് ഞാൻ പറയുന്നത്. ഇതിനെ നിങ്ങൾ വേറെ രീതിയിലൊക്കെ എടുത്ത് നിങ്ങൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നന്നാവുന്ന ആർക്കറിയാം? ഇതിൻ്റെ ടോപ്പിലിരിക്കുന്നവർക്കറിയാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നന്നാവാനേ പാടില്ല. എപ്പോഴും എനിക്ക് അടിമയായിട്ട് ജീവിക്കുകയും എനിക്ക് മിച്ചഭാരവും ഭണ്ഡാര ഇതും കിട്ടിയിട്ട് എനിക്ക് സുഖമായി കഥകളി കണ്ട് സുഖമായി പുട്ടടിച്ചിരിക്കണം. ഞാൻ എന്ത് ചെയ്തു? എല്ലാവരുടെയും തന്ത്രങ്ങൾ ചെയ്തു. ഇതിൽ നിങ്ങൾ വീണുപോയി. നമ്മുടെ തലമുറയായിട്ട് വീണുപോയി. ഈ ഗതികേടാണ് കർക്കിടകത്തിലെ കർത്തവ. ഒരിക്കലും ഇരുട്ടിലിരുന്ന് ആഹാരം കഴിക്കരുത്. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഞാൻ ആഹാരം കൊടുക്കണം. ഞാൻ എങ്ങനെ ആഹാരം കൊടുക്കണ്ട്? ഇരുട്ടത്ത് ഇരുത്തിയിട്ട് അവർക്ക് ഒരിക്കലും കണ്ണു കാണാൻ പറ്റാത്ത വിധത്തിൽ അടച്ചു പൂട്ടിയിട്ട് അതിൽ കൂടെ ഏറ്റവും അത്യാധുനിക ഫുഡ് കൊണ്ടുവച്ച് അവരെങ്ങനെ കഴിക്കും? തപ്പി പിടിക്കേണ്ടി വരും. കിട്ടുമോ അവർക്ക് ആഹാരം? ഇല്ല. ഇതുപോലത്തെ അബദ്ധക്കൈകളാണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിൽ ചെന്ന് വീണ് നമ്മൾ ഗതികേടുമ്പോഴാണ് നമ്മുടെ രാജ്യം കഴിഞ്ഞ 700 വർഷം അടിമയായി കിടന്നു. ഈ ഗതികേട് പൊട്ടിച്ച് പുറത്തു വരാനുള്ള വഴിയാണ് നമ്മുടെ ഗുരുക്കന്മാർ നമ്മളെ പഠിപ്പിച്ചത്. അതാണ് സനാതന ധർമ്മം. ഓരോ കാലത്തും ഗുരുക്കന്മാർ വന്ന് ഇത് പൊട്ടിക്കാനുള്ള വഴി പറഞ്ഞു. നിങ്ങൾ ദരിദ്രരായി ജീവിക്കരുത്, നിങ്ങളിൽ രോഗം വരരുത്, നിങ്ങളിൽ അഹങ്കാരം വരരുത്, നിങ്ങളിൽ ഓരോ രീതിയിലും നിങ്ങളുടെ കുട്ടിയുടെ ബ്രെയിൻ EQ വർദ്ധിപ്പിക്കണം. ബ്രെയിൻ എല്ലാവർക്കും ഒന്നാണ്, ആർക്കും ദൈവം അധികം കൊടുത്തിട്ടില്ല. ഈ ലോകത്തെ ഏറ്റവും വലിയ പഠിപ്പിസ്റ്റിനായാലും ഏറ്റവും വലിയ പൊട്ടനായാലും എത്രയേ ഉള്ളൂ? എത്ര ഡോക്ടർ? 1400 ഉള്ളൂ. ഉറപ്പല്ലേ? ഞാനല്ല MBBS കഴിഞ്ഞ് MBA കഴിഞ്ഞ് ഡോക്ടറാ പറയുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞത് വിശ്വസിക്കരുത്. ഈ കിടക്കുന്ന അട്ടപ്പാടിയിലെ ആദിവാസിക്കുണ്ട് ഇതേ. പക്ഷെ ഈ ജീവൻ അനേക തെറ്റുകൾ ചെയ്തുകൊണ്ട് ഇതിൻ്റെ വാസനപരമായ കർമ്മം താഴേക്ക് പോകുമ്പോൾ എൻ്റെ കർമ്മത്തിൽ അത് പൂർത്തീകരിച്ചു പോവില്ല. എല്ലാവിടെയും ഞാൻ പോയി കുരുങ്ങും. ഞാൻ എന്ത് പഠിച്ചാലും അതാണ് ഡോക്ടർ പറഞ്ഞത്. ഇദ്ദേഹം പറഞ്ഞത് എന്താ പറഞ്ഞത്? എൻ്റെ ഗുരുവിനെ കാണുമ്പോൾ ഇതിൻ്റെ സത്യം എനിക്ക് മനസ്സിലാവും. ഇതേ ചോദ്യമാണ് ഇപ്പോൾ റിട്ടയർഡ് ചെയ്ത ISROൻ്റെ ഡയറക്ടറോട് ചോദിച്ചത്. അങ്ങ് ചന്ദ്രയാനയുടെ ഇത് ചെയ്യുമ്പോൾ എന്തിനാണ് ഇതിനെ കൊണ്ട് അമ്പലത്തിൽ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചതെന്ന് ചോദിച്ചത്. നിരീശ്വരവാദിയുടെ ചോദ്യമാണ്. നിങ്ങളിപ്പോഴും അത് യൂട്യൂബിൽ കിടക്കേണ്ട ആ ചോദ്യം. അപ്പം അദ്ദേഹം പറഞ്ഞ ഏക ഉത്തരം അത് ഒരു യോഗമാണ്. അനേക തരത്തിലുള്ള സാധനങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ടെക്നോളജിക്കൽ യോഗമാണ്. അത് വർക്ക് ചെയ്യുന്ന യാതൊരു ഉറപ്പും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല.
ഇവിടെ നിന്ന് അങ്ങോട്ട് പൊങ്ങി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ലോഗിങ്ങും ഡീലോഗിങ്ങും ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് വിച്ഛേദിക്കണം, മറ്റേത് ഇപ്പോൾ ലോക്ക് ചെയ്യണം. ഇതെല്ലാം അനുമാനങ്ങളാണ്. ആ അനുമാനങ്ങൾ കൃത്യമായി നടന്നാൽ ഈ സാധനം എവിടെ പോയി ഇറങ്ങും? ചന്ദ്രനിൽ പോയി ഇറങ്ങും. മുമ്പ് വിട്ട പലതും ഇറങ്ങിയില്ല. എന്തുകൊണ്ട് ചോദിച്ചാൽ ഉത്തരവില്ല. പക്ഷെ ആ കാൽക്കുലേഷൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളിലല്ല. ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ വിടുകയാണ്. പിന്നെ അത് പോകേണ്ടത് എവിടെയാ? ഇറങ്ങിക്കഴിഞ്ഞാലാണ്. ഇതന്നെല്ലാം നമ്മുടെ ജീവിതവും. ജനിച്ചങ്ങോട്ട് വീണ് കറക്റ്റ് ചെയ്തിട്ട് വീണ് കഴിഞ്ഞാൽ പുറത്ത് നമ്മുടെ വെയിറ്റിൽ നമ്മൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഡീലോക്കിങ് ലോക്കിങ്ങും ഒക്കെ എവിടെ കിടക്കണം? നമ്മുടെ കയ്യിലാണ് കിടക്കണം അല്ലേ? നമ്മളത് ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ വീട്ടിലെ സ്വർണം മുഴുവൻ എവിടെ ഇരിക്കും? കോപ്പറേറ്റീവ് ബാങ്കിൽ പോയിരിക്കും. നമ്മളും ഭാര്യയും സംസാരിച്ചാൽ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കും? ലഹളയാവും. മക്കളൊക്കെ അപ്പോഴാണ് മനസ്സിലാവുക അച്ഛൻ്റെ അച്ഛൻ എങ്ങനെയായിരുന്നു, അമ്മയുടെ അമ്മ എങ്ങനെയായിരുന്നു, അമ്മയുടെ അച്ഛൻ എങ്ങനെയായിരുന്നു ഒക്കെ അവരപ്പോഴാണ് മനസ്സിലാക്കാന്നാവുക. ഇപ്പോൾ പല കുട്ടികളും പറയാറുണ്ട് എന്നോട് വന്നിട്ട്, എൻ്റെ മുത്തശ്ശിത്ര മോശമായിരുന്നു ഞാൻ ഇപ്പോൾ അറിഞ്ഞു. പറഞ്ഞു ഒരിക്കലല്ല, അത് അച്ഛൻ പറയുന്ന കാര്യങ്ങളാണ്. അത് അച്ഛൻ്റെ ദേഷ്യത്തിലാണ് അത് പറയുന്നത്. എന്താ കാരണം? ഈ അന്തരീക്ഷത്തിൽ ഈ ലോക്കിങ്ങും ഡീലോക്കിങ്ങും യോഗമാണെന്നാണ് ഗുരു പറയുന്നത്. ഇതിന് ചേരാത്ത വിധത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള കുറേ അബദ്ധങ്ങൾ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു തന്നു, കൃത്യമായി പറഞ്ഞു തന്നു. അത് നമ്മുടെ വിവാഹം തൊട്ട് നമ്മുടെ ആരാധന തൊട്ട് നമ്മൾ ഇതുപോലത്തെ അബദ്ധ കർമ്മങ്ങൾ തൊട്ട് ഇതെല്ലാം നമ്മുടെ യോഗം ഒന്നിച്ച് ചേരാൻ പറ്റാത്ത വിധത്തിൽ ഇതിന് തിരുത്തിയിരിക്കുക. ഇതിനെ നിങ്ങൾ ഒന്നൊന്നായി എണ്ണിയിട്ട് എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്തോളാം. ആരെ പിടിച്ചിട്ട്? ഒരു ഗുരുവിനെ പിടിച്ചു. നിങ്ങൾ ഈ ഇരിക്കുന്ന ആരെ വേണമെങ്കിൽ ഉദാഹരണം കാണും, ഞാൻ ഉൾപ്പെടെ അതിൻ്റെ ഉദാഹരണങ്ങൾ. അതാണ് സൽപ്രിയനൊക്കെ പറയുന്നത്. ഒരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ ആ വാസനപരമായ കർമ്മമാണ് എൻ്റെ ഉള്ളിൽ വരുന്നത്. അതെൻ്റെ ജന്മം കൊണ്ടുണ്ടായതാണ്. അതെവിടെ നിന്നുണ്ടായതാ? എൻ്റെ പൂർവജന്മത്തിൻ്റെ വശം കൊണ്ട് എനിക്കുണ്ടായിട്ടുള്ള എൻ്റെ വാസന എന്നെ പല വിധത്തിലും പ്രശ്നമുണ്ടാക്കും. ഇവിടെ ഒരു ചോദ്യം മൂലം ഇവിടെ കടന്നുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. സ്വാഗതം പറഞ്ഞപ്പോൾ ചോദിച്ചാണ്, എന്തുകൊണ്ട് വിശ്വാസിയായില്ല? അപ്പോൾ അവിടെ ഇരിക്കുന്ന മിക്ക ആൾക്കാരും, ഇപ്പം അമ്മയുടെ മക്കളൊക്കെ ശാന്തിഗിരിയിലെ വിശ്വാസികളെ അല്ല, ആരാണ് എനിക്ക് അറിയില്ല, കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ കുറെ കഴിയുമ്പോൾ അവർക്ക് ആശ്രമമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു കർമ്മം വരും. ഇത് ഗുരു നമ്മൾ അവിടെ പോകുമ്പോൾ തന്നെ പറയും. ഇപ്പൊ പ്രമോദേട്ടൻ ഇവിടെ നിർത്തട്ടെ, പ്രമോദേട്ടനെ ആശ്രമത്തിൽ നിർത്തട്ടെ എന്ന് ഗുരുവിനോട് ഞാൻ ചോദിക്കുമ്പോൾ തന്നെ എനിക്ക് കൃത്യമായ മറുപടി പറയും. എൻ്റെ അനുഭവമാണ് ഞാൻ പറയും. ഞാൻ ഇവിടെ നിർത്തുന്ന ഏത് കുട്ടികളുടെ കാര്യവും ഞാൻ ആദ്യം ശിശുബോധത്തിൽ ചോദിക്കാറുണ്ട്. കൃത്യമായ മറുപടി ഉണ്ടാവും. ഇത്ര കാലം വരെ ഞാനവിടെ കല്ലാറിൽ നിർത്തുമ്പോഴും ഒരു സ്ത്രീയെ നിർത്താൻ ഞാൻ ശ്രമിച്ചിരുന്നു. നിന്നാൽ നല്ലത്, എഴുതി വാങ്ങിയിട്ട് നിർത്തിക്കോളാം. അതെവിടെ വളർന്നതാണെന്നറിയോ? ശാന്തിഗിരിയിൽ ഭയങ്കര അനുഭവമാണ് അവരുടെയൊക്കെ വായിച്ചു കഴിഞ്ഞു. തൂക്ക് കയറുന്ന ഗുരു ഇറക്കിക്കൊണ്ടുവന്നു. പിന്നെ ഒരു അവസരത്തിൽ ഞാൻ പറയാം, അതേപോലെ തന്നെയാണ് അവരുടെ ജീവന്റെ വാസന. ആ കർമ്മത്തിൽ അവർ നിൽക്കുകയും കുറച്ച് കഴിയുമ്പോൾ അവിടുന്ന് പോവുകയും ചെയ്യും. നമ്മളെല്ലാവരും അങ്ങനെയുള്ള ഒരു ഗതികേട് നമുക്കുണ്ട്. അത് കടക്കാൻ, ആ യോഗത്തിൻ്റെ കർമ്മത്തെ കടക്കാൻ തന്ന ഏറ്റവും വലിയ മരുന്നെന്താ? ഗുരു പറഞ്ഞത് പ്രാർത്ഥനയാണ്. അത് ചിട്ടയായി നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചാൽ ഈ അപകടം നിങ്ങൾ കടന്നു പോകും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ഒരുങ്ങിപ്പോവും. എത്രയോ ഭക്തിയുള്ളവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലവര് ഒരു ജന്മത്തിൻ്റെ ബന്ധം കൊണ്ട് അവിടെ വരും, ഗുരുവിൻ്റെ അടുത്ത് വരും. പക്ഷെ അവർക്ക് എടുക്കാൻ സാധിക്കില്ല. അതാണ്
മാഷ് പറഞ്ഞ കാര്യം. അയാൾ വന്നു, ആ തടസ്സം നീങ്ങി, പക്ഷെ പിന്നീട് എന്ത് വന്നില്ല. ഇതേ അനുഭവം എനിക്ക് ഇഷ്ടം പോലെ പറയാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, എനിക്കറിയില്ല, സമയമുണ്ടോ എന്നറിയില്ല. ഒരു 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 ക്യാൻസർ രോഗിയുടെ അനുഭവം ഞാൻ പറയും. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു, എനിക്കറിയില്ല. കല്ലാറിലെ 58 അവിടെയൊക്കെ അറിയ ഈ ബ്ലോക്ക് നമ്പറിലാണ്. 58 തങ്കപ്പൻ, 60 ബ്ലോക്ക് ഡോക്ടർ മുരളി സാർ, ഇങ്ങനെയൊക്കെ പറയാം. ഒരു ബ്ലോക്കിൻ്റെ അടിസ്ഥാനം 5-5 ഏക്കർ വെച്ചിട്ട് ബ്ലോക്ക് കൊടുത്തിരിക്കും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ജഗത്പ്രിയ സ്വാമി എന്ന് പറയുന്ന ഗുരുകുല ബ്രഹ്മനിവേദനത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒരു കാര്യം ഞാൻ ഈ പറയും. അവിടെ ഒരു 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 കുട്ടിക്ക്, 5 വയസ്സായ കുട്ടിക്ക് ത്രോട്ടിൽ ക്രാൻസ് വന്നു. അവന് ജീവനോടുണ്ട്. അവൻ്റെ പേര് ശാന്തസേനൻ എന്നൊക്കെയാണ്. ഞാനത് പിന്നെ സംസാരിക്കാം. അവനുണ്ട്, അവൻ ഇതൊക്കെ അനുഭവം. അവൻ ഇവിടെ നിന്ന് സംസാരിച്ചപ്പോൾ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട് കല്ലാറിലിരുന്ന്. അപ്പോൾ മരണം മുന്നിൽ കണ്ടു കഴിഞ്ഞു. അന്ന് തമിഴ്നാട്ടിലേക്ക് അവർ കൊണ്ടുപോയത്. അന്ന് ഇവിടെ ഒന്നും ക്യാൻസറിന് അത്ര തുടങ്ങിയിട്ടില്ല ചികിത്സ. അപ്പം അവനെ നേരെ അന്ന് കൊണ്ട് വെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അറിയോ നിങ്ങൾക്ക്? വെല്ലൂരിലാണ് അന്ന് ക്യാൻസർ. അപ്പോൾ ഡോക്ടർ അവിടെ എഴുതി കൊടുത്തത്, ഒന്നും ചികിത്സിക്കേണ്ട, അമ്മയുടെ അടുത്ത് തന്നെ ഇരുന്നോട്ടെ, കാരണം ഈ കുട്ടിയുടെ സ്ഥിതി വളരെ അപകടമാണ്, ഇനി ദിവസങ്ങളേ ഉള്ളൂ. നേരെ അപ്പോൾ കൊണ്ടുവന്നു. അപ്പോൾ ഈ ജഗത്പ്രിയ സ്വാമി വിളിച്ചിട്ട് ചീത്ത വിളിച്ചു അവർ. എടാ പൊട്ട, ഇവിടെ മഹാഗുരു ഇവിടെ ഇരിക്കുന്നു, നീ എവിടെ കൊണ്ട് നടക്കണമെന്നൊക്കെ. അപ്പോൾ അവർ അദ്ദേഹം എന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ അച്ഛൻ വിശ്വാസത്തിൻ്റെ പണ്ടുകാലം മുതൽക്ക് ശാന്തിഗിരി നിൽക്കുന്നതാണ്. പക്ഷെ ജാതിയും മതവും വിടാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്തു നമ്മളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കല്യാണം നടത്തിയിരുന്നു. അപ്പോൾ ആ അമ്മ ചിന്തിച്ചു, എന്ത് പൊട്ടത്തരോ പറയണം. MBBS MD FRCS കഴിഞ്ഞവർ പറയണേ എന്താണ്, ഈ കുട്ടിക്ക് ആയുസില്ല. അതെല്ലാ ടെസ്റ്റും കഴിഞ്ഞിട്ടാണ് പറയണം. പിന്നെ ഈ പൊട്ടന്മാർ എന്തിനാ അപ്പം അങ്ങോട്ട് കൊണ്ടുപോകണം? ആ സ്വാമിക്കാണെങ്കിൽ പഠിച്ചിട്ടുമില്ല, നമ്മുടെ ഗുരു എഴുത്തും വായനയൊന്നും അറിയില്ല. കൊണ്ടുപോയി. എന്തായാലും ഇവരുടെയൊക്കെ ചീത്ത കേട്ടപ്പോൾ കൊണ്ടുപോയി. പ്രത്യേകിച്ച് അവരുടെ മൂത്ത ചേച്ചി എന്ന് വെച്ചാൽ ആ കുടുംബത്തിൻ്റെ മൂത്ത ചേച്ചിയായ അവരെ ഗുരുവിൻ്റെ അടുത്ത് എത്തിച്ചു. അന്ന് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ മൂത്ത ചേച്ചി ഒന്ന് കുറച്ച് ഹാർഡാണ്. തുറക്കട ഡോറ് കൊണ്ടിട്ടാണ് ഗുരുവിൻ്റെ അടുത്ത് കയറ്റിയപ്പോൾ ഗുരു പറയാണ്, എനിക്ക് വലിയ അറിവില്ല, ഇവിടെ ഒരു മെഡിക്കൽ കോളേജുണ്ട്, അവിടെ ഒരു ക്യാൻസറിൻ്റെ ഇപ്പോൾ വന്നിട്ടുണ്ട്, RCC എന്നാണ് വിളിക്കുന്നത്, അവിടെ ഒന്നും കൂടെ കാണിക്കൂ, കാരണം ഡോക്ടർമാരല്ലേ, എനിക്ക് എഴുത്തും വായനയൊന്നും അറിയില്ല അവൻ പറയണം. അപ്പോൾ അവൻ പറയണത് എനിക്കൊന്നും കേൾക്കുന്നില്ല, കാരണം തലവേദനയും തൊണ്ടവേദനയും കാരണം ഈ പറയണമൊന്നും എനിക്ക് മനസ്സിലാവില്ല. എൻ്റെ അച്ഛനും അമ്മയും എന്നെ വീണ്ടും എന്ത് ചെയ്തു, RCC കൊണ്ടുപോയി. അപ്പം ഇങ്ങനെ കിടക്കാനൊന്നും പറ്റില്ല, കാരണം അത്രയും വേദനയും. മരണം ഏത് സമയവും എൻ്റെ മുന്നിലാണ്. ശ്വാസതടസ്സമുണ്ട്, കഴിക്കാൻ പറ്റില്ല. അവിടെ എത്തി ഡോക്ടർ പറഞ്ഞു, നീ അധികമൊന്നും കൊണ്ടുപോകണ്ട, ഇവിടെ തന്നെ കിടത്തിക്കോളാൻ പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് റൈറ്റ് ടൈം ടു ലീവ് ദ ബോഡി എന്ന് പറയുന്ന രീതിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അവൻ പറയണത്, തിരിച്ച് ഞങ്ങൾ ആശ്രമത്തിലെത്തി. എവിടുന്നോ എനിക്കൊരു ഊർജം കിട്ടി. ഞാൻ നേരെ ഗുരുവിൻ്റെ കാലിൽ ചെന്ന് വീണു. ഞാൻ എന്താ പറഞ്ഞ് എനിക്കറിയില്ല. അപ്പോൾ അത് അവിടെ ഉണ്ടായിരുന്നവരോട് ഗുരു ചോദിച്ചു, എന്താണ് ഇവൻ പറയണേ എൻ്റെ കാലിൽ വീണിട്ട്? ആവു മാറ്റിത്തരണേ എന്നാണ് പറയുന്നത്. ആവു എന്ന് പറഞ്ഞാൽ അസുഖം അല്ലേ, നമ്മളെ കുട്ടികളൊക്കെ പറയില്ലേ. ഗുരു കുറച്ച് നേരം കണ്ണടച്ചിരുന്നു എന്നാണ് പറഞ്ഞു, നോക്കാം, നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പം തന്നെ കുറച്ച് ഭസ്മം എടുത്തിട്ട് ഗുരു എന്ത് ചെയ്തു, ഇങ്ങനെ തടവി കൊടുത്തു എന്നാണ് ഈ കഴുത്തിൽ. അവൻ പറയണ, ആ നിമിഷം എൻ്റെ വേദന പോയി. ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ എൻ്റെ തലവേദന, ഇവിടുത്തെ വേദനകളെല്ലാം, ഷോൾഡർ പെയിൻ എല്ലാം സ്റ്റോപ്പായി. അപ്പോൾ എനിക്ക് ധൈര്യമായി. പിന്നീട് അറിയാലോ, പതുക്കെ അതൊക്കെ തുപ്പിപ്പോയി, കുറേ ഇതൊക്കെ തുപ്പിപ്പോയി. അവൻ ഇന്ന് 30 വയസ്സായിട്ടുണ്ട്. പക്ഷേ തോക്കെടുത്ത് ഞാൻ കാണിച്ചാലേ അവൻ എന്ത് ചെയ്യുള്ളൂ, ആശ്രമത്തിൽ വരുള്ളൂ. അവനോട് ഞാൻ പറയടാ, നിൻ്റെ ഈ അനുഭവം തന്നെ മെഡിക്കൽ സയൻസിൽ, കാരണം ആ സ്കാനിങ്ങും ആ റിപ്പോർട്ടുകളും ആ കാര്യങ്ങളും
ഒരു MBBS MD കഴിഞ്ഞ് ഡോക്ടർ നോക്കി അയാൾ തലചുറ്റി വീഴും. പക്ഷേ അവൻ ഇന്ന് ജീവനോടെ. ഇന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ തൂക്കുപാലം ആശ്രമത്തിൽ പോയി അവനെ കാണണമെങ്കിൽ കാണാം. ബുള്ളറ്റിലാണ് വരിക, അടിപൊളി സ്റ്റൈലിലേക്ക് വരിക. പെയിൻറ്റ് വർക്ക് പഠിച്ചിട്ടില്ല, സ്കൂളിലൊന്നും പോയിട്ടില്ല, അത് സത്യമാണ്. കാരണം ഈ രോഗം കാരണം അവന് പഠിക്കാം. പക്ഷെ അവൻ എല്ലാ കുമ്പും പോയി എടുക്കും. പക്ഷെ അവനോട് ഈ കാര്യം ഞാൻ പറയുമ്പോൾ ഒക്കെ അവൻ അത് വിഷമം കൊണ്ട് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അവരുടെ വീട്ടുകാരുടെ ശക്തമായ പ്രാർത്ഥനയും ചിട്ടയും അന്നുണ്ട്. അന്നാണ് അവർ വിശ്വാസിയാവുന്നത്. ആര്? അവൻ്റെ അമ്മ. കാരണം ഇത് ഏത് മെഡിക്കൽ സയൻസിൽ പറയാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. ഗുരു പറഞ്ഞത് ഇതൊരു പ്രാർത്ഥനയും അവൻ്റെ യാചനയുമാണ് അതിന് കാരണം. നമ്മുടെ സയൻസിൻ്റെയൊക്കെ അപ്പുറത്ത് സാർ പറഞ്ഞ പോലെ ചില കാര്യങ്ങളുണ്ട്. അത് നമുക്ക് വിവരിക്കാനോ പറയാനോ പറ്റില്ല. പക്ഷെ ആ അർത്ഥത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ശക്തിയായൊരു പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ വേണം. എങ്കിലേ ഈ ആശ്രവുമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പ്രസംഗിക്കാനൊക്കെ എളുപ്പമാണ്. ഇപ്പം എന്നെയൊക്കെ ഈ ആശയത്തിലേക്ക് ഏറ്റവും അടുപ്പിച്ച് ഞങ്ങളൊക്കെ ആവശ്യപ്പെടുത്തിയ ആളാണ് പൂർണ്ണാസാം ഗംഗാരം മാഷ് എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ സ്ഥലമാണ് പാലക്കാടിലെ എല്ലാ സ്ഥലവും, കാരണം ആശ്രമത്തിൽ നിൽക്കുന്ന എല്ലാ സ്ഥലവും. പക്ഷെ അദ്ദേഹം ഈ പ്രസ്ഥാനം വിട്ടുപോയി. ഈ ഇരിക്കുന്നവരിൽ പകുതി പേരും ഈ ഞാനോ ഈ കർമ്മഗതി വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? അതാണ് യേശു പറഞ്ഞത്, നാളെ കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും. അല്ലേ? സത്യമല്ലേ അത്? അപ്പം അദ്ദേഹം പറഞ്ഞില്ല, ഇപ്പം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷെ 3 പ്രാവശ്യവും എനിക്ക് യേശുവിനെ അറിയില്ല എന്ന് ആര് പറഞ്ഞു? പറഞ്ഞു. അതിരിക്കട്ടെ, നമുക്ക് അതെല്ലാം ഞാൻ പറയാം. നമ്മളും അതേപോലെ ആവരുത്. അതിനാണ് ഗുരു നമുക്ക് പഠിപ്പിച്ചതെന്ന്. കുടുംബത്തോടു കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥന നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കണം. കാരണം നിന്റെ അച്ഛനും അമ്മയും വ്യത്യസ്ത വാസനയിൽ നിന്ന് വന്നവരാണ്. ഒരാൾ ശിവനെ പ്രാർത്ഥിച്ചെങ്കിൽ ഒരാൾ വിഷ്ണുവിനെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഒരാൾ ദേവീനെ പ്രാർത്ഥിച്ചവരാണ്. ഇവർക്ക് ഒരിക്കലും ഒന്നിച്ച് നിൽക്കാൻ പറ്റാത്ത കർമ്മഗതി ആ കുടുംബത്തിലുണ്ട്. ഈ ഗതികേട് നിങ്ങളുടെ കുടുംബത്തിൽ കയറി വരുമ്പോൾ മക്കൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. മക്കൾ എന്ത് ചെയ്യും? വേറൊരു വാസനയ്ക്ക് പോയിട്ട് ചിലപ്പോൾ അച്ഛനും അമ്മയും ചേരാൻ പറ്റാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടായിരുന്നു ആശ്രമത്തിൽ. നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ എന്തിനാ? അച്ഛനും അമ്മയും ഒന്ന്. അപ്പൊ ഗുരു പറഞ്ഞു നിന്റെ ഈ പ്രാർത്ഥന ഫലിക്കില്ല. ആരോടാ പറയണത്? ആൺകുട്ടിയോടാ പറഞ്ഞു. കാരണം അത് ഫലിക്കണമെങ്കിൽ ഞാനാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞ് ആഗ്രഹിച്ചൊന്നും പ്രാർത്ഥിക്കരുത്. ഇവിടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഞാനത് പിന്നീട് ഉത്തരം പറയാം. കാരണം 2:30 മണിയോടോളം അടുക്കുകയാണ്. ഇവിടെ 2-3 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ സമയമില്ലാത്ത 2:30 നിർത്താമെന്ന് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം പലവരും ഇവിടെ ഈ ആഹാരം കഴിക്കാൻ ലേറ്റ് ആവുന്നു എന്നുള്ളൊരു കംപ്ലൈൻറ്റ് പറഞ്ഞു. ഇവിടുത്തെ ഫസ്റ്റത്തെ ചോദ്യം അതാണ്. ഒന്നും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കരുതെന്ന് പറയുന്നു, എന്നാലൊരു കാര്യം നടക്കാൻ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നു. അതൊരു ചോദ്യമായിട്ട് എഴുതി തന്നിട്ട് പിന്നെ ഒരു ചോദ്യമായി തന്നിരിക്കുന്നത്, എല്ലാം ദൈവനിശ്ചയപ്രകാരമാണെങ്കിൽ പിന്നെ എന്തിനാ സ്വാമി പ്രാർത്ഥിക്കുന്നത്? ദൈവത്തിനെതിരല്ല, ഈശ്വര നിശ്ചയപ്രകാരമാണ് പ്രപഞ്ചം പ്രവർത്തിക്കുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ചോദ്യമാണ് അല്ലേ? ഉത്തരം കൊടുക്കണ്ടേ? വേണം. വളരെ പെർഫെക്റ്റ് ആയിട്ട് ഉത്തരം കൊടുക്കണം. അതിനെനിക്ക് കുറച്ച് സമയം വേണം. അതുകൊണ്ട് ഞാൻ ഇപ്പം അതിലേക്ക് നമ്മൾ പോകണ്ട. ഞാൻ അടുത്ത ആഴ്ച അതിന് വ്യക്തമായി മറുപടി പറയാം. പിന്നെ ചോദിച്ച ചോദ്യം, യാമപ്രാർത്ഥനയുടെയും നമ്മൾ തിരുവനന്തപുരത്ത് പോയി പ്രാർത്ഥിക്കുന്നില്ലേ, യാമപ്രാർത്ഥനയുടെയും വ്യാഴാഴ്ച പ്രാർത്ഥനയുടെയും പൗർണമി പ്രാർത്ഥനയുടെയും എല്ലാം വ്യത്യാസം എന്താണ്? അത് ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ വേണ്ടിയാണ് അതാണെന്ന് പറഞ്ഞു തരാൻ വിചാരിച്ചത്. പക്ഷെ സമയത്തിൻ്റെ ഒരു പരിമിതി കൊണ്ടും ഈ ചോദ്യങ്ങൾക്കെല്ലാം എനിക്ക് മറുപടി പറയേണ്ടത് കൊണ്ടുമാണ് ഞാൻ ആ ചോദ്യം മാറ്റിവെച്ചത്. അത് ആ പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനമായി ഗുരു പറഞ്ഞത് ഈ 3 സമയങ്ങളിൽ നിങ്ങൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നതെന്ന് വളരെ വ്യക്തമായി പറയുന്നത്. അത്
ഒരു ദേശത്തിന് എന്തിനാണ് പ്രാർത്ഥന തന്നത്? ഇപ്പോൾ തലശ്ശേരിക്കാർക്ക് എപ്പോഴാണ്? 20-ാം തീയതി. അതേപോലെ യാമം പ്രാർത്ഥിക്കാൻ ഇവിടെ പറയാറുണ്ട് ഗുരു. ഒരു യാമത്തിൻ്റെ പ്രാർത്ഥനയുണ്ട്. അത് ഇവിടെ ഉണ്ടോയെന്ന് എനിക്ക്, ഇവിടെ നമ്മൾ തുടങ്ങിയില്ല, വ്യാഴാഴ്ച അവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായി വ്യാഴാഴ്ച പ്രാർത്ഥനയാണ്. നമ്മൾ ഒരു ദേശത്തിൻ്റെ ആൾക്കാരെല്ലാം കൂടി വ്യാഴാഴ്ച ഒന്നിച്ചു കൂടി പ്രാർത്ഥിക്കും. അതെന്താണ് ഞാൻ വ്യാഴാഴ്ച അവിടെ വന്നവർക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, പക്ഷെ അവർക്കത് മനസ്സിലായിട്ടില്ല. അവർ വ്യാഴാഴ്ച പ്രാർത്ഥന എന്ന് പറയുന്നത് അതിൻ്റെ ചിട്ട ഞങ്ങളൊന്ന് മനസ്സിലാക്കുക. ഒരിക്കലും ആ വീട്ടിൽ നിന്ന് നിങ്ങൾ ആഹാരം കഴിക്കരുത്. ഏത് വീട്ടിലാണോ വ്യാഴാഴ്ച പ്രാർത്ഥന നടക്കുന്നത് ആ വീട്ടിൽ നിന്ന് എന്ത് കഴിക്കരുത്? ആഹാരം കഴിക്കരുത്. പിന്നെ എന്താഹാരം കഴിക്കേണ്ടത്? നമ്മൾ കൊണ്ടുപോയ ആഹാരമാണ് അവിടെ ഇരുന്ന് കഴിക്കേണ്ടത്. ആ വീട്ടുകാരെ കൊണ്ട് എന്തുണ്ടാക്കരുത്? ഒരു ഗ്ലാസ് വെള്ളം പോലും അവിടെ നിന്ന് എടുക്കരുത്. പിന്നെ ആര് കൊണ്ടുപോകണം? നമ്മൾ കൊണ്ടുപോകണം. ഒരു വീട്ടിൽ നിന്ന് കാരണം പറയണത്, ഗുരു പറഞ്ഞത്, നിങ്ങൾ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ നിങ്ങൾ പഠിക്കണം. അതിന് പകരം നമ്മളെന്താ ചെയ്യുക? താണജാതിക്കാരുടെ വീട്ടിലാണെങ്കിൽ പലവരും പോവില്ല. അവിടുത്തെ ഫുഡ് കഴിക്കാൻ ചിലവരും പഠിക്കും അല്ലേ? അതിന് പകരം എന്താ ഗുരു എളുപ്പമാർഗം പറഞ്ഞ്? ആ വീട്ടുകാർ പ്രാർത്ഥനയുടെ സൗകര്യം മാത്രം ചെയ്തു തരും. പാവപ്പെട്ടവനായിരിക്കും, അവൻ്റെ വീട്ടിൽ അവന് ആഹാരം വയ്ക്കാൻ സൗകര്യമില്ല. അപ്പോൾ മുരളി സാർ എന്ത് ചെയ്യണം? ഇതാ ഞാൻ 30 ചപ്പാത്തി കൊണ്ടുവരാം അല്ലേ? അപ്പോൾ മധുവേട്ടൻ പറയും, ഞാൻ എന്ത് കൊണ്ടുവരാം? കറി കൊണ്ടുവരാം. ഞാൻ ചായപ്പൊടി കൊണ്ടുവരാം, ഞാൻ പാല് കൊണ്ടുവരാം, ഞാൻ കറി ഇത് കൊണ്ടുവരാം. ചായയായി എല്ലായി. നമ്മളെല്ലാവരും കൂടി എന്ത് ചെയ്യുന്നു? സുഖമായ സ്നേഹത്തെ. അപ്പോൾ ഒരു ബന്ധം വരുന്ന ഗുരു പറഞ്ഞു, ആത്മബന്ധം. അല്ലെങ്കിൽ എന്തായിരിക്കും? കപടതയായിരിക്കും നമ്മുടെ കയ്യിൽ. കള്ളന്മാരാണ് നമ്മൾ. അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ, ഓ സദ്ഗുരുവേശ്വരൻ നിനക്ക് വെച്ചിട്ടുണ്ട് ഞാൻ എന്നിട്ടാണ് സദ്ഗുരുവേശ്വരൻ. അതല്ല സദ്ഗുരുവേശ്വരൻ. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരണം ബന്ധം. സത്യം അല്ല, എനിക്ക് പറയാം. ഞാൻ തിരുവനന്തപുരത്തൊക്കെ 10 കൊല്ലത്തോളം ഞാൻ അവിടെ പല യൂണിറ്റിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പല ഇത് ഞാനാണ് ഉണ്ടായത്. ഞാൻ നടന്നു വരുമ്പോൾ പലവരും എണീക്കുമ്പോൾ ഞാൻ പറയും, എണീക്കണ്ട, അവിടെ ഇരിക്കാൻ പറയും. അത് കപടതയാണ്. എന്താണ്? പ്രാഗിക്കൊണ്ടിറങ്ങി മഹാവി പിന്നെയും വന്നു. എനിക്ക് എന്തിനാണത്? ഒരു ബഹുമാനേ വേണം അല്ലേ? ഓരോ പ്രാവശ്യവും എണീക്കണം. ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുമ്പോഴൊക്കെ എണീക്കാൻ നിന്ന് ഇവർക്ക് എണീക്കാനും ഇരിക്കാനും സമയം ഉണ്ടാവും. ഇവർ എക്സസൈസ് ആവും. സ്റ്റാൻഡപ്പ് സിറ്റ് ഓൺ, സ്റ്റാൻഡപ്പ് സിറ്റ് അല്ല, ഒരു ബഹുമാനം മതി പരസ്പരം. നമ്മളെല്ലാവരും ആത്മബന്ധുക്കളാണ്. അപ്പം നമ്മളിലൊരു ഐക്യം വരണമെങ്കിൽ, കുടുംബത്തിലൊരു ഐക്യം വരണമെങ്കിൽ ഗുരു പറഞ്ഞത് എന്താണ്? ഭാര്യയും ഭർത്താവും ഐക്യം വരണമെങ്കിൽ ഒന്നിച്ച് പ്രാർത്ഥന, നിങ്ങൾ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കണം. ഭാര്യ എന്ത് തല്ലിപ്പൊളി ആഹാരം ഉണ്ടാക്കട്ടെ, നിങ്ങൾ എന്ത് ചെയ്യരുത്? കുറ്റം പറഞ്ഞ് കഴിക്കരുതാണ്. കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇത് വായിൽ വെച്ചിട്ടുണ്ട്, ഇതെവിടുന്നാണ് നിൻ്റെയൊക്കെ മറ്റേത് മറിച്ചത്. അപ്പോഴേക്കും മക്കളും തുടങ്ങും, ഞാൻ അന്നേ പറഞ്ഞാണത്, അങ്ങനെ ഇങ്ങനെ പറയും. അങ്ങനെ ഒരിക്കലും ആഹാരത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ട് കഴിച്ചാൽ അത് നിൻ്റെ ശരീരത്തിൽ കയറി അത് പണി തരുന്ന ഗുരു. അതിന് പകരം എന്ത് ചെയ്യുക? ഗുരുവേ, എൻ്റെ അപ്പൻ ഇതുപോലും കിട്ടിയിട്ടില്ലല്ലോ. എൻ്റെ ഗുരു നോക്കൂ, പപ്പടവും കട്ടി ഒരു കട്ടൻ ചായയും കുടിച്ചിട്ട് ഗുരു എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞു പോയിരിക്കും. ഇല്ല, നല്ലൊരു ആഹാരത്തിന് വേണ്ടി യാചിക്കും. വയറൊക്കെ ഇങ്ങനെ എരിയുന്നവർ. അതാണ് ഗുരുവിൻ്റെ അൾസറിന് പോലത്തേക്ക് വന്നപ്പോൾ ഗുരു ആൾക്കാർ പറഞ്ഞു, എന്താണ് ഗുരു അന്നും വിഷമിച്ചത് ആരെ നോക്കിയിട്ട് അറിയോ? കുട്ടികൾ വിഷമിക്കുന്നല്ലോ എന്ന്. അവർക്ക് ആഹാരമില്ലല്ലോടാ അവർ. എന്നിട്ട് ഈ പശുവിന് കൊണ്ടുവന്ന കപ്പയുടെ ഇതില്ലേ, അതിനെടുത്ത് അതിൻ്റെ പീസിനെ ചുരുളിയിട്ട് വേവിച്ച് കഴിച്ചിട്ടുണ്ടെന്നാണ്. അതുപോലെ കഴിച്ച ഗുരുവിൻ്റെ മക്കളായ നമ്മൾ എന്ത് ചെയ്യണം? ആഹാരത്തിനെ ബഹുമാനിച്ച് കഴിക്കണം. പ്രമോദായിട്ട് മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ തരുമ്പോൾ ഞാനൊന്നും കുറ്റം പറയാറുണ്ടോ? ഇന്നുവരെ പറഞ്ഞിട്ടില്ല, പറയൂല. കാരണം ഞാൻ അപ്പം ചിന്തിക്കുക എൻ്റെ ഗുരുവിനെ കുറിച്ചാണ്. എൻ്റെ ഗുരു പട്ടിണിയിലാണ്. നമ്മുടെ ഭാര്യ കൊണ്ട് തരുമ്പോൾ ചിലപ്പോൾ അതിൽ ഉപ്പുണ്ടാവില്ല, ചിലപ്പോൾ ഉപ്പ് കൂടുതലായിരിക്കും. എന്ത് ചെയ്യണം? പറയുമ്പോൾ തന്നെ ഇവിടെ വല്ലവരും കൈയൊക്കെ ചുരുട്ടിട്ടോ. അങ്ങനെ ചെയ്ത് പഠിക്കരുത് കേട്ടോ.
അവിടെ നമ്മളൊന്ന് ക്ഷമിക്കാൻ പഠിക്കണം. എന്താ ക്ഷമിച്ച? പിറ്റേ ദിവസം അല്ല, കഴിച്ചിട്ട് പറയാമെന്നാ ഗുരു പറഞ്ഞു. അതിൽ ഇന്ന കുറവുണ്ടായിരുന്നു. ഗുരു അങ്ങനെ ചെയ്യാം. കഴിച്ച് കഴിഞ്ഞിട്ട് വിളിക്കും. ആരെ? സോമൻ. എടാ അതിലിങ്ങനെ ഒരു കുഴപ്പമുണ്ട്, എന്താ നീ ഇങ്ങനെ കാണിച്ചു? അല്ലെങ്കിൽ ആരാണോ ജന്യന്മാർ ആഹാരം വെച്ച് അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും, അതിങ്ങനെയല്ല, ഇങ്ങനെ ചെയ്യണം. പിന്നെയും ആവർത്തിച്ചാൽ പിന്നെയും പറയും. പിന്നെ ചീത്ത വിളിക്കുന്ന ഗുരു. കഴിച്ചിട്ടേ ഉള്ളൂ. കഴിക്കുമ്പോൾ ഒരിക്കലും കുറ്റം പറയില്ല. ഇത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങളുടെ മക്കൾ നിങ്ങൾ ഒറ്റക്കെട്ടാവും. ഇത് നിങ്ങളുടെ വ്യാഴാഴ്ച പ്രാർത്ഥനയും ശ്രദ്ധിച്ചു നോക്കൂ. വ്യാഴാഴ്ച പ്രാർത്ഥനയും ചെയ്തു നോക്കൂ, നിങ്ങളൊന്നാവും. അപ്പോൾ അവിടെ ഒരു വിഷമമൊന്ന് കേട്ട് കഴിഞ്ഞാൽ ആര് ഫസ്റ്റ് എത്തും? ആത്മബന്ധുക്കൾ ഓടിയെത്തോടെ. അല്ലെങ്കിൽ എന്താ പറയുക അല്ലേ? ഇപ്പം നമ്മൾ മരണം നടന്നപ്പോൾ വിളിച്ചു ചോദിക്കണം, എപ്പോഴാണ് എടുക്കണത്? 7:30. 7:30 തന്നെ എടുക്കുമോ? ഞാൻ 7:20 വന്നാൽ പോരെ എന്ന് ചോദിക്കുന്നത്. ഞാൻ അവിടെ പോയപ്പോൾ ചീത്ത പറഞ്ഞത് അതിനാണ്. വിളിച്ചിട്ട് അവിടെ കാര്യങ്ങളും ചെയ്യുക. കാരണം എന്താ, എല്ലാവരും പുറത്താണ് നിൽക്കുന്നത് കൈ കെട്ടിയിട്ട്. കിടക്കുന്ന ആരാ? ഇന്നലെ വരെ എൻ്റെ കൂടെ നിന്ന ആത്മബന്ധുവാണ്. എൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് വന്ന അമ്മയാണ്. എൻ്റെ കൂടെ എനിക്ക് ആ പാല് ചായയും തന്ന അമ്മയാണ്. നമ്മളെന്ത് ചെയ്യണം? പുത്രന്മാരായി മാറും. നമ്മുടെ അവിടെ ഡെക്കറേറ്റ് ചെയ്യാനും പ്രാർത്ഥിക്കാനൊക്കെ നമ്മൾ ഫ്രണ്ടിൽ നിൽക്കണം. അങ്ങനെ വരണമെങ്കിൽ വ്യാഴാഴ്ച പ്രാർത്ഥന, അതിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച സംസാരിക്കാം. ഞാനിപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ്. 2:35 വ്യാഴാഴ്ച പ്രാർത്ഥന നമ്മൾ ആഹാരം പങ്കുവെച്ച് കഴിക്കണം. ഞാനൊരു വീട്ടിൽ പോയപ്പോൾ, ഏതാ ലാസ്റ്റ് വ്യാഴാഴ്ച, ഞായറാഴ്ച ഏതൊരു വീട്ടിൽ പോയി, രാമേന്ദ്രൻ്റെ വീട്ടിൽ. ആ പാവം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കട്ടയ്ക്ക് പണിയാണ്. ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെന്താ ചോദിക്കണേ? സ്വാമി ഒന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു ചോദിക്കുകയാണ് ഫോൺ നോക്കിയിട്ട്. ആ സ്വാമി എത്തി. പിന്നാലെ കുറേ പേര്, ഡോറ് തുറക്കാൻ ഒരാൾ, കൊട പിടിക്കാൻ ഒരാൾ. അപ്പോഴേ എനിക്ക് മനസ്സിൽ ഇത് കള്ളത്തരമാണ്. എന്താ കാര്യം? ഇവരൊക്കെ ഇപ്പോൾ വന്നിട്ടേ. അദ്ദേഹവും ഭാര്യയും 2 മക്കളും കൂടി കസാല മുഴുവൻ എവിടെ കയറ്റിയിട്ടത്? മുകളിൽ കയറ്റി. ഫുഡ് ഉണ്ടാക്കാനുള്ള ഓട്ടം, ചായ ഉണ്ടാക്കാനുള്ള ഓട്ടം. ഈ വന്നവർക്കൊക്കെ ആഹാരം വേണ്ടേ? ആ അമ്മ എന്ത് ചെയ്യണു? സത്സംഗത്തിന് ഇരുന്നില്ല. എന്തിനാണ്? വ്യാഴാഴ്ച പ്രാർത്ഥന ഞാൻ സംസാരിച്ച് വരുമ്പോൾ ആ അമ്മയും അവരൊന്നും കേട്ടില്ല. അവരൊക്കെ എവിടെയായിരുന്നു? ഭക്ഷണത്തിൻ്റെ പിന്നിലായിപ്പോയി. അതേസമയം നിങ്ങളെപ്പോലത്തെ ആൾക്കാരെല്ലാവരും ഞാൻ ചപ്പാത്തി കൊണ്ടുവരാം, അല്ലെങ്കിൽ ഞാൻ ഇത് കൊണ്ടുവരാം, ഞാൻ ഇത് കൊണ്ടുവരാം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ആ അമ്മയ്ക്ക് പണിയുണ്ടോ? ഇങ്ങനെയാണ് വ്യാഴാഴ്ച പ്രാർത്ഥന നടത്തണമെന്ന് ഗുരു പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒരു ബിസ്ക്കറ്റ് കൊടുക്കുക, ഒരു ചായയും കൊടുത്ത് സ്ഥലം വിട്ടോളാനാണ് പറയുക. വെള്ളം കൊടുത്താൽ മതി എന്നാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്താവുക? ആത്മബന്ധു ലോക സമസ്ത സുഖുനു ഭവന്ത അപ്പോഴാണ് പറയുന്നത്. അല്ലാതെ എനിക്കിഷ്ടമില്ലാത്ത ഒരാളുടെ വീട്ടിലാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? പൂല മാത്രം കുറ്റം പറയും. അവൻ്റെ കാര്യം അവനൊക്കെ ആ സമയത്ത് വരണം. 12 ദിവസം ഇന്നലെ അവിടെ ചീത്ത പറഞ്ഞാണ്, അവൻ വരാത്തതുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയെല്ലാം നമ്മൾ ചെയ്യും. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഏക കാര്യം എന്താണ്? നമ്മുടെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ആഹാരം നമ്മൾ ഇല്ലെങ്കിൽ നമ്മളിവിടെ സാധനങ്ങളുണ്ട്, ആ വീട്ടിൽ പോയി നമ്മൾ വെക്കുക. നിങ്ങൾ റെസ്റ്റ് എടുത്തോ. ഞങ്ങൾ ചെയ്തോളാം. നിങ്ങളവിടെ പോയി ആ സ്വാമി പറയണ കേക്ക്, ഇല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. ഞങ്ങൾ അടുക്കളയിൽ കയറി ഞങ്ങൾ ചെയ്ത് കാണിച്ചു തരാം. സ്വന്തം അവിടെയാണ് അപ്പോഴാണ് ആ അമ്മ മരിക്കുമ്പോൾ നിനക്ക് വേദന വരും. ആ വീട്ടിൽ അമ്മ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കണു? എനിക്ക് വേദന വരും. ഇല്ലെങ്കിൽ ആരോ മരിച്ചു, എത്ര സമയത്ത് സ്വാമി വരണം, ആ സമയത്ത് കണ്ണ് കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആളെ കാണിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? അവിടെ വന്ന്. അത് ആത്മബന്ധമല്ല. ഇത് നിങ്ങളുടെ വീട്ടിലും സംഭവിക്കും. ഭാര്യയും ഭർത്താവും ഒരിക്കലും ഒക്കാൻ പറ്റില്ല. അവിടെ മക്കളെന്ത് ചെയ്യും? ഇടയിലൂടെ ആപ്പ് വെച്ചു. ഇതൊരു പിശാചാണെന്ന ഗുരു പറഞ്ഞു. കാരണം നിങ്ങൾ ഒന്നിച്ചാൽ എന്ത് സംഭവിക്കുന്ന സൂക്ഷ്മത്തിനറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യും? നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വീട് ഒന്നിക്കാതിരിക്കാൻ അവൻ മാക്സിമം ട്രൈ ചെയ്യും. ഒന്നിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിലും ഗോത്രവും വലിയ ആൾക്കാരാണ്. ഗോത്രത്തിൽ വലിയ വലിയ മഹാത്മാക്കളൊന്നും ജനിക്കുന്ന അവർക്കറിയാം. അതുകൊണ്ട് എപ്പോഴും അച്ഛനും അമ്മയുടെയും ഒപ്പം മക്കളും ഒന്നിക്കണമെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് ആദ്യം പ്രാർത്ഥിക്കണം. അതാ ഞാൻ എൻ്റെ ഈ ചിട്ടയിൽ ആദ്യം പറഞ്ഞു. പ്രാർത്ഥന. പ്രാണന് അർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ, കുടുംബത്തിന് അർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ
ആ ദേശത്തിന് അർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ ആ ദേശമായിരിക്കും ലോകത്തെ ഏറ്റവും ശാന്തിയും സമാധാനവും കിട്ടുന്നത്. ഏറ്റവും ശാന്തിയും സമാധാനം കിട്ടുന്ന സ്ഥലം എവിടെയായിരിക്കും? നിങ്ങളുടെ വീടായിരിക്കും. കൂടുമ്പോൾ ഇമ്പമുണ്ടാക്കുന്നതാണ് കുടുംബം. ഇപ്പോഴോ കൂടിയാൽ ഭൂകമ്പം ഉണ്ടാകുന്ന സ്ഥലമാണ് ഇപ്പോൾ നിങ്ങളുടെ വീട്. തൊട്ട വീട്ടുകാരൊക്കെ ഓടുകയാണ് പേടിച്ചിട്ട്. അങ്ങനെയല്ല. അത് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. 2:40 ഞാൻ ഈ ഫോൺ എടുത്ത് ഞാൻ 2-3 കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ അടുത്ത ആഴ്ച അത് എന്താണ് യാമ പ്രാർത്ഥന, അത് എപ്പോൾ തുടങ്ങി, കന്യാകുമാരി യാത്ര എന്തിനായിരുന്നു, അപ്പം നമ്മൾ ഗുരുവിൻ്റെ കൂടെ പോയി അന്ന് മുതൽ തുടങ്ങിയാണ് ഈ പ്രാർത്ഥന യാമ. അതെന്താണ് സങ്കല്പമൊക്കെ നമുക്ക് അതെ 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 ജനക മഹാരാജാവ് രാജാവാണെങ്കിലും മനസ്സിലായ അദ്ദേഹം ഒരു സന്യാസിയേക്കാൾ ഉയർന്ന ജീവനായിരുന്നു. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ചെറിയൊരു ഉദാഹരണം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ സിമ്പിൾ ഉദാഹരണം. അഷ്ടവക്ര ഗീതയിൽ അത് പറയുന്നുണ്ട്. ഈ ജനക മഹാരാജാവിൻ്റെ ഗുണം പഠിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ അവിടെ പല രാജാക്കന്മാരും പല മഹാത്മാക്കളും വന്ന് അദ്ദേഹത്തിനോട് ചർച്ച ചെയ്ത് മനസ്സിലാക്കുക. അദ്ദേഹം ജ്ഞാനിയാണ്, അത്ര വലിയ ജ്ഞാനി. അപ്പോൾ അദ്ദേഹത്തിന് അംഗീകരിക്കാൻ എന്നെ പോലത്തെ ബ്രഹ്മചാരികളും സന്യാസിമാർക്കും റെഡിയല്ല. അപ്പോൾ അഷ്ടവക്രൻ്റെ അവിടെ എന്നെ പോലത്തെ ആൾക്കാരുണ്ട്, മനസ്സിലായോ? അവിടേക്ക് ജനക മഹാരാജാവ് വരുമ്പോൾ അഷ്ടവക്ര സന്യാസി അല്ലെങ്കിൽ ആ അഷ്ടവക്രൻ എന്ന് പറയുന്ന ഋഷി അദ്ദേഹത്തിന് ഒരു സ്റ്റൂളൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. ഞങ്ങൾക്കോ നിലത്തിരിക്കാൻ പറ്റും. ഞങ്ങൾ ആ ആശ്രമത്തിലെ ബ്രഹ്മചാരികളാണ്, ആശ്രമത്തിലെ സന്യാസിമാരാണ്. ഞങ്ങൾക്ക് എന്താണ്? നിലത്താണ്. അദ്ദേഹത്തിന് എവിടെയാ? സ്റ്റൂളൊക്കെ ഇരുതി. ഇത് ഞാൻ ചോദിക്കില്ല. ഞാൻ ചോദിച്ചു അഷ്ടവക്ര അല്ല നമ്മുടെ ഗുരുവിനോട് ചോദിക്കുന്ന പോലെ ചോദിച്ചു. അപ്പോൾ ഓർമ്മ നീ അനുഭവിക്കുമ്പോൾ മനസ്സിലാവുമ്പോൾ. അങ്ങനെ ഒരു ദിവസം ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കൂടെ ഒരാൾ കൂടി വന്നിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞ്? ഇത് വരുന്നുണ്ട്, ജനക മഹാരാജ വരുന്നു, അയാളെ ഇരുത്തുന്നു. നമുക്ക് ഉള്ളിനുള്ളിൽ ഒരു ദേഷ്യവും അല്ലേ? പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ക്ലാസ് തുടങ്ങി. ജീവൻ്റെ പരിണാമത്തെക്കുറിച്ചും അത് അഷ്ടവക്ര ഗീതയില്ല, നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാവും. അത് ഒരുപാടുണ്ട്, അത് പഠിക്കണ്ട, പഠിച്ചാൽ ഉള്ള ഭക്തി പോവും. അഷ്ടവക്ര ഗീത ഭക്തി കളയും, നിരീശ്വരത്തിൻ്റെ കർമ്മവാത്തിലേക്ക് അത് പോവും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവൻ്റെ പരിണാമത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഭൃത്യം എന്ന് പറഞ്ഞു, കൊട്ടാരത്തിൻ്റെ വലതുവശം കത്തിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് തീ പിടിച്ചു. മനസ്സിലായ? അനക്കില്ല. ജനക മഹാരാജാവ് അന്നങ്ങളിൽ ഏകാഗ്രമായ അഷ്ടവക്ര നോക്കിക്കൊണ്ടിരിക്കുന്നു. അഷ്ടവക്ര അദ്ദേഹവും ക്ലാസ് തുറന്നുകൊണ്ടേയിരുന്നു. ഒരു അനക്കുമില്ല. വീണ്ടും മന്ത്രി ഒന്ന് പറഞ്ഞു, അനക്കുമില്ല. അവർ രണ്ടുപേരും മടങ്ങിപ്പോയി. അടുത്തെന്താണ്? ഞങ്ങളുടെ കൂടെയുള്ള ഒരു സന്യാസി ഓടി എന്ന് പറഞ്ഞു, കുരങ്ങൻ വന്ന് നിങ്ങളുടെ വസ്ത്രമൊക്കെ എടുത്തിട്ട് പോണു പറഞ്ഞു. ഒറ്റ നിമിഷമാണ് ആരുമില്ല അവിടെ. അഷ്ടവക്രൻ്റെ അവിടെ ആരില്ല, ഞങ്ങൾ ആരുമില്ല. ഞങ്ങളൊക്കെ ഇത് ഒറ്റ ഓട്ടം. എന്താണ്? കുരങ്ങൻ വന്ന് എന്തെടുത്തിട്ട് പോയി? വസ്ത്രം കൊണ്ടുപോകും. ഞങ്ങളൊക്കെ വസ്ത്രം ഉണക്കാണ്ടിരിക്കുകയാണ്. ഓടി തിരിച്ചു വന്നപ്പോൾ ഇദ്ദേഹം അനക്കൂല്ല. ഇദ്ദേഹം കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അഷ്ടവക്ര ഗുരു ചോദിച്ചു, എന്ത് മനസ്സിലായി നിങ്ങൾക്ക് ചോദിച്ചു. നിങ്ങളിപ്പോഴും എവിടെയാണ്? അതുകൊണ്ടാണ് ഗുരു എപ്പോഴും പറയാറ്, അദ്ദേഹത്തിനെ പോലെ ആവണം. എന്താണ്? നമ്മളെപ്പോഴും നമ്മുടെ ജീവനെ. അതുകൊണ്ടാണ് ഒരു കാലഘട്ടം വരെ ഗൃഹസ്ഥധർമ്മം കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വന്തം ജീവൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യണം. നമ്മളെന്താ ചെയ്യുക? പേരക്കുട്ടിയുടെ കുട്ടിക്ക് പെണ്ണ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല. അന്നൊരാൾ പറഞ്ഞില്ല എന്നോട്, പേരക്കുട്ടിയാണ് അയാളുടെ കാര്യം നോക്കുന്നു. മരുന്നൊക്കെ വാങ്ങിക്കൊടുക്കുകയാണ്. അപ്പോൾ അയാൾ പറയണേ, ഈ കുട്ടിയുടെ കാലശേഷം ആരാ എനിക്ക് മരുന്ന് വാങ്ങി തരുന്നു? ഇയാൾക്ക് 89 വയസ്സായി, പേരക്കുട്ടിക്ക് ആകെ 15 വയസ്സേ ആയിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ആഗ്രഹം എന്താ? ഇനി എത്രയോ ഇങ്ങനെ ഇരിക്കുന്നതാണ് പൊട്ടന്മാർ വിചാരിക്കുന്നത് അല്ലേ? ഇതൊന്നുമല്ല. ഈ ജീവനെക്കുറിച്ചുള്ള അറിവ് നേടണം. നേടിയവനെ നമ്മളെന്ത് വിളിക്കണോ? സന്യാസി എന്നും. അല്ലാതെ ഈ വസ്ത്രോട്ടവനെയല്ല സന്യാസി എന്ന് ഗുരു വിളിച്ചു. ആരാണോ ദൈവനിശ്ചയം അറിഞ്ഞത് അവനെയാണ് നമ്മൾ എന്ത് വിളിക്കേണ്ടത് കേട്ടോ. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്. അദ്ദേഹത്തിന് മാത്രമല്ല, അങ്ങനെ കുറേ പേരെ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
ഞാൻ പിന്നീട് ഒരു എന്താ പറയുക, സമയമില്ലാത്തതുകൊണ്ട് പലരും വെച്ചിട്ട് കണ്ണവിടെ അങ്ങനെ കാണില്ല, 2:45 എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ആയിരിക്കണം ഗൃഹസ്ഥാശ്രമി. അല്ലെങ്കിൽ നമ്മുടെ മുരളി സാറെ പോലെ ആഴ്ചയിൽ ഒരു ദിവസമേ വരും. ഞാൻ തമാശ പറയണം. അദ്ദേഹത്തിനെ വിളിക്കും. അദ്ദേഹത്തിന് മക്കൾ പറയുമ്പോഴത്തേക്കും കൊല്ലത്തിൽ ഒരു പ്രാവശ്യം വരും. തെറ്റല്ല, തെറ്റാണെന്ന് ഞാൻ പറയില്ല. കാരണം നമ്മൾ എങ്ങനെയാണോ ആ വാസന കൊണ്ടുപോകുന്നത് അതനുസരിച്ചിട്ടേ നമ്മൾ, അതാണ് ദൈവത്തിൻ്റെ രൂപം പോലും എന്നാണ് ഗുരു പറഞ്ഞു. ഏത് വാസനയിലാണോ നീ ദൈവത്തെ കാണുന്നത് അതുപോലെ ഇരിക്കും ഈശ്വരൻ, അല്ലേ? ദൈവത്തിനെ അങ്ങനെ കാണാനുള്ള വഴികളാണ് നമ്മളൊരു 10 പറയാൻ പോകുന്നത്. അതിലാണ് പ്രാർത്ഥനയിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ഒരു 3 മാസം കൊണ്ട് പ്രാർത്ഥന തീർക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 3-4 മാസം എടുക്കും, നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ എന്തായാലും യാമപ്രാർത്ഥന എന്തിനാണ്, പൗർണമി പ്രാർത്ഥന എന്താണ്, വ്യാഴാഴ്ച പ്രാർത്ഥന എന്താ ചെയ്യാം. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം പ്രാർത്ഥിക്കേണ്ട ഏത് സമയത്താണ് നമുക്ക് പഠിക്കാം. അത് കഴിഞ്ഞാൽ പ്രാർത്ഥന ഏത് ചിട്ടയിലും അതൊക്കെ നമുക്ക് ഇനി ഘട്ടം ഘട്ടമായി പഠിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് പരമകാരുണ്യവനായ ഗുരുവിൻ്റെ തൃപ്പാദങ്ങളിലേക്ക് എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. സദ്ഗുരുവേശ്വരൻ. ചാപ്പാടിന് ആളാണ്.